പി.കെ. ശശി ഇപ്പോൾ റിപ്പോർട്ടർ ടിവിയിനൊപ്പം ചേരുകയാണ്. പാർട്ടിയിൽ നിന്നും ഇപ്പോൾ പുറത്താക്കി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. റിപ്പോർട്ടർ ചാനലിലൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ അത്തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്നല്ല ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ അറിയുന്നുണ്ട്. അതുകൊണ്ടെന്താ പാർട്ടിയിൽ നിന്ന് പുറത്താക്കട്ടെ? പതിറ്റാണ്ടുകളായിട്ടുള്ള ഒരു ബന്ധമാണ് CPM-ഉമായുള്ളത്. ഒരു വേദനയുണ്ട്. ഏതില്? ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കട്ടെ. അല്ല, സ്വാഭാവികമായിട്ടുണ്ടാകും. പക്ഷേ സ്വാഭാവികമായിട്ടുണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, കമ്മ്യൂണിസ്റ്റായി തുടരും. ഈ ആളുകളൊന്നും ഇവിടെ കൺവെൻഷനിൽ വന്ന ജനവും ഇനി വരാൻ പോകുന്ന ജനങ്ങളൊന്നും ഇതൊന്നും കാണിച്ചാൽ, ഇതൊന്നും പേടിപ്പിച്ചാൽ അങ്ങനെ പിന്മാറിപ്പോകുന്ന ആളുകളൊന്നും അല്ല കേട്ടോ. ഈ ജില്ലാ സെക്രട്ടറിക്കെതിരായിട്ടുള്ള ആരോപണങ്ങളെല്ലാം ജില്ലാ സെക്രട്ടറി മാത്രമല്ല, ജില്ലാ നേതൃത്വത്തിൽ പല ആളുകളുണ്ട്. പിന്നെന്താ സംശയം? എന്താ ഉള്ളത്? തെളിവുകളെല്ലാം പുറത്തുവിടും. എല്ലാ തെളിവും പുറത്തുവിടും. ഇങ്ങോട്ട് കൊണ്ടുവരും. ശേഷി പരിശോധിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ആരുടെ സാമ്പത്തിക ശേഷി? പിന്നെ ധൈര്യമായിട്ട് വന്നു. പി.കെ. ശശി ഒറ്റപ്പാലത്ത്, രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്, കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ഇതിപ്പോ പി.കെ. ശശിയുടെ രംഗപ്രവേശവും പി.കെ. ശശിയെ CPM എന്ന പാർട്ടി പുറത്താക്കലും പി.കെ. ശശിയുടെ KTDCയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്നുള്ള രാജിയും എല്ലാം കൂടി അനുഗ്രഹമായി മാറിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തില്ല. കാരണം പി.കെ. ശശി ഈ രംഗപ്രവേശനം നടത്തിയതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒരു കാരണവശാലും മാറ്റി നിർത്താൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിലിനെ എങ്ങനെ അകത്തേക്ക് കൊണ്ടുവരാമെന്ന് ചിന്തിച്ചു കൊണ്ടിരുന്ന കോൺഗ്രസിന് മുന്നിലേക്ക് ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു വഴി, ഒരു മാർഗം തുറക്കുകയായിരുന്നു പി.കെ. ശശി എന്നുള്ളതാണ്. എല്ലാ അഭ്യൂഹങ്ങൾക്കും, എല്ലാ ആശങ്കകൾക്കും, എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി ആയിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ടേക്ക് തിരിച്ചെത്തുന്നു എന്ന് പറഞ്ഞാൽ പി.കെ. ശശി ഒറ്റപ്പാലത്തെ UDF സ്ഥാനാർത്ഥിയാണ്. രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥിയാണ്. കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ. മനസ്സിലായില്ലേ? ഇതിൽ നമ്മളേറ്റവും കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുകയും രാഹുലിന് വേണ്ടി വീഡിയോകളിലൂടെയും അല്ലാതെയും ഒക്കെ സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും പിന്തുണയുകയും ഒക്കെ ചെയ്ത ആളുകൾ നന്ദി പറയേണ്ടത് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന ഈ നിമിഷം, ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്ന് രാവിലെ വരെ, നമ്മൾ ഇന്ന് സംസാരിക്കുന്നതിൻ്റെ രാവിലെ വരെ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന പി.കെ. ശശിയോടാണ്. കാരണം പി.കെ. ശശിയുടെ തീരുമാനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലെ തിരിച്ചു വരവിന് കളമൊരുക്കി എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? പി.കെ. ശശി കുറച്ച് കാലങ്ങളായിട്ട് CPM-ൽ വലിയ കൊടുവാൾ ഉയർത്തിക്കൊണ്ടുള്ള കലാപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ പി.കെ. ശശി ഇന്നിപ്പോൾ പാലക്കാട് ജില്ലയിൽ ഈ പറയുന്ന CPM-ൻ്റെ വിമതർ നടത്തിയിരിക്കുന്ന ഒരു കൺവെൻഷൻ, ആ കൺവെൻഷനിൽ ആയിരങ്ങളാണ് തടിച്ചു കൂടിയത്. ആ ആയിരങ്ങളെ കണ്ണ് തള്ളിയിട്ട് ആ കൺവെൻഷൻ്റെ ഉദ്ഘാടകരായ പി.കെ. ശശിക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. പി.കെ. ശശി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന, നമ്മൾ ഈ പറയും പോലെ വെറും ശശിയൊന്നുമല്ല കേട്ടോ. പി.കെ. ശശി എന്ന് പറഞ്ഞാൽ പാലക്കാട്ടെ CPM-ൽ ഏറ്റവും അധികം സ്വാധീനമുള്ള ആളാണ്. മനസ്സിലാക്കണം നിങ്ങൾ. പി.കെ. ശശിയെ കഴിഞ്ഞ തവണ നിയമസഭയിലേക്ക് മത്സരിപ്പിച്ചില്ലെങ്കിലും പി.കെ. ശശിക്ക് എന്തുണ്ടായിരുന്നു? KTDCയുടെ ചെയർമാൻ സ്ഥാനം നൽകി ഈ പി.കെ. ശശിയെ അവർ ഒരു മയത്തിൽ പറഞ്ഞു നിർത്തിയതാ. അവിടെ നിന്നാണ് പി.കെ. ശശി ഇറങ്ങിപ്പോകുന്നത്. ആദ്യം KTDCയുടെ ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. പിന്നീട് കൺവെൻഷനിൽ ഇന്ന് വന്നതോടുകൂടി പി.കെ. ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ആര് നിർബന്ധിതരായി? CPM നിർബന്ധിതരായി. ഈ ശശി ഇതിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പാർട്ടിയിൽ നിന്ന് CPM പുറത്താക്കണം, എന്നിട്ട് കോൺഗ്രസിലേക്ക് ചെന്ന് കയറണം, ആ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണം. ഇപ്പോൾ ശശിയുടെ നീക്കങ്ങൾ വിജയം കണ്ടപ്പോൾ അതിലൂടെ വലിയ ഒരു ബോണസ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ നേട്ടമായി മാറിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തില്ല. മനസ്സിലായില്ലേ? ഇപ്പം രാഹുലിനെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിലായിരുന്നു കോൺഗ്രസ് ഓൾറെഡി നിന്നിരുന്നത്. കാരണം ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഉയർന്നു വന്നിരിക്കുന്ന പരാതികൾ, അറസ്റ്റ്, കേസ്, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ കോടതിയിലെത്തിയപ്പോൾ ഈ 3 പരാതികളിലും കോടതി വലിയ സംശയവും അതുപോലെ നിയമത്തിൻ്റെ പിൻബലമില്ല എന്നുള്ള ഒരു നിരീക്ഷണമാണ് കോടതി നടത്തിയത്. അവിടെയാണ് ഈ പറയുന്ന അങ്ങനെ ഒരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായപ്പോൾ, പക്ഷേ ഇതെന്താണ്, ഒരു ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിലുള്ള ഒരു നിരീക്ഷണം മാത്രമാണ്, അന്തിമ വിധിയല്ല. പക്ഷേ അങ്ങനെ ഒരു നിരീക്ഷണം കോടതി നടത്തുകയും ചെയ്തിട്ടുണ്ട്.
രാഹുലിനെതിരെയാണെങ്കിലോ കോൺഗ്രസ് പരാതി എന്ന് പറയുമ്പോഴേക്കും എടുത്തു ചാടി ഒരു നടപടി എടുക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ രാഹുലിനെ തിരിച്ചെത്തിക്കാൻ എന്താ വഴി എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് PK ശശിയുടെ രംഗപ്രവേശനം ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ PK ശശിയുടെ രംഗപ്രവേശനത്തോടു കൂടി എന്താണ് കോൺഗ്രസിന് മുന്നിലുള്ള ന്യായീകരണം? കോൺഗ്രസിൻ്റെ മുന്നിലുള്ള ന്യായീകരണം എന്ന് പറയുന്നത് PK ശശിക്കെതിരെയാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണെങ്കിലും ആരോപണങ്ങളുണ്ട് എന്നുള്ളത് ഇവർ രണ്ടുപേരും കുറ്റക്കാരാണെന്നോ കുറ്റങ്ങൾ നിലനിൽക്കുന്ന ഒരു സിറ്റുവേഷനോ ഇവർക്ക് രണ്ടുപേർക്കെതിരെയും ഇല്ല. മനസ്സിലായില്ലേ? രാജ്യത്തിൻ്റെ നിയമത്തിന് മുന്നിൽ രണ്ടുപേരും കുറ്റക്കാരാവുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ടു പേർക്കെതിരെയും അത് ഇപ്പോൾ രാഹുലിനെതിരെ മാത്രം അങ്ങനെ ഒരു ന്യായം പറഞ്ഞുകൊണ്ട് രാഹുലിനെ മാത്രം അങ്ങനെ ഒരു ന്യായം പറഞ്ഞുകൊണ്ട് കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിക്കാൻ കോൺഗ്രസിന് സാധിക്കില്ലായിരുന്നു. അവിടെ പല ചോദ്യങ്ങളും ഉയരുമായിരുന്നു. അവിടെയാണ് ശശിയുടെ കടന്നുവരവോടുകൂടി കോൺഗ്രസിന് പറഞ്ഞ് പിടിച്ചു നിൽക്കാനുള്ള ഒരായുധം കോൺഗ്രസിൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് ഈ പറയുന്ന ശശിക്കെതിരെയും ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ അത് CPM അതിനെ മാനേജ് ചെയ്യുക മാത്രമല്ല, അങ്ങനെ ഒരു പരാതി, അങ്ങനെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞ് തള്ളി എന്ന് മാത്രമല്ല, ആരോപണത്തിന് ശേഷം ശശിയെ മത്സരിപ്പിച്ച് MLA ആക്കി എന്ന് മാത്രമല്ല, അത് കഴിഞ്ഞ് ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ ഈ ശശിയുടെ കോൺഗ്രസിലേക്കുള്ള രംഗപ്രവേശത്തിൻ്റെ 4 ദിവസം മുമ്പാണ് കഴിഞ്ഞ 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നൽകിയ ബോർഡ് ചെയർമാൻ സ്ഥാനം എന്ന് പറഞ്ഞാൽ KTDC കേരള ടൂറിസം ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ചെയർമാൻ സ്ഥാനത്തിരുന്ന ശശി 4 ദിവസം മുമ്പാണ് രാജിവെക്കുന്നത്. എന്ന് പറഞ്ഞാൽ ശശിയെ ആ സ്ഥാനത്തേക്ക് അവരോധിക്കുന്നതും പിണറായി വിജയനാണ്. അപ്പോൾ ശശിക്കെതിരെ ആരോപണം വന്നപ്പോൾ ആ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞ് തള്ളിയ CPM ഇപ്പോൾ രാഹുലിനെതിരെ ആരോപണം വന്നപ്പോൾ കോൺഗ്രസ് നടപടിയെടുത്തു എന്ന് മാത്രമല്ല, ഇപ്പോൾ കോടതി പറയുന്നു ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുലിനെ തിരിച്ചെത്തിക്കുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും രാഹുൽ നന്ദി പറയേണ്ടത് ഈ PK ശശിയോടാണ്. മനസ്സിലായില്ലേ? കാരണം വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുകയായിരുന്നു. രാഹുലിൻ്റെ തിരിച്ചു വരവിന് എങ്ങനെ വഴിയൊരുക്കും എന്നുള്ള ഒരു പ്രതിസന്ധി കോൺഗ്രസിലും ഉണ്ടായിരുന്നു, രാഹുലിൻ്റെ മുന്നിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രതിസന്ധിയാണ് PK ശശിയുടെ രംഗപ്രവേശനത്തോടുകൂടി ഇല്ലാതെയായിരിക്കുന്നത്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, വഴിയൊരുക്കിയത് PK ശശിയാണ് എന്നുള്ളത്. മനസ്സിലായില്ലേ? കാരണം കോൺഗ്രസ്സിന് പൊതുസമൂഹത്തോട് വെക്കാനുള്ള ഒരു ആ ന്യായം ഉണ്ടാക്കി കൊടുത്തത്, അല്ലെങ്കിൽ ആ ന്യായത്തിൻ്റെ വഴി തുറന്നു കൊടുത്തത് PK ശശിയാണ്. അതുകൊണ്ട് രാഹുലിനെ പിന്തുണക്കണം നമ്മളെല്ലാവരും PK ശശിയോട് കടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ PK ശശിയോട് നമ്മൾ നന്ദി പറയേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ കാത്തിരുന്ന, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊക്കെ എത്രയൊക്കെ രാഹുൽ മത്സരിക്കും എന്ന് പറഞ്ഞാലും ഒരു ആശങ്ക നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടായിരുന്നു. ആ ആശങ്കകൾക്കൊക്കെ വിരാമം ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒറ്റപ്പാലത്ത് PK ശശി കൈപ്പത്തി അടയാളത്തിൽ, പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ കൈപ്പത്തി അടയാളത്തിൽ. എന്ന് പറഞ്ഞാൽ രാഹുൽ പാർട്ടിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. ഇനി ചെക്കൻ്റെ നാളുകളാണ്. വേട്ടക്കാരോട് ഓരോന്ന് എണ്ണി പകരം ചോദിക്കാനുള്ള നാളുകൾ. പക്ഷേ അത് തെരഞ്ഞെടുപ്പ് ശേഷം മതി. തെരഞ്ഞെടുപ്പാണ് മുഖ്യം. കാരണം പടിവാതിൽക്കൽ തെരഞ്ഞെടുപ്പ് വന്നു നിൽക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രം മതി ഈ പറയുന്ന പകരം ചോദിക്കലും മറുപടി പറയിക്കലും. ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് തെരഞ്ഞെടുപ്പിലാണ്. കാരണം കുറച്ച് ദിവസം പാലക്കാട് നിന്ന് മാറി നിൽക്കേണ്ട ഒരവസ്ഥയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മേക്കപ്പ് ചെയ്യുന്ന, അതിനെയൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ, മറികടക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പോൾ ഓൺലി കോൺസെൻട്രേഷൻ മണ്ഡലത്തിലെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക കോൺസെൻട്രേഷൻ ആവശ്യമില്ല. എന്നാലും യാതൊരു കുറവും ഉണ്ടാവാൻ പാടില്ല. എല്ലാ അർത്ഥത്തിലും ഉപതെരഞ്ഞെടുപ്പിൽ ലഭിച്ചിരിക്കുന്ന ഭൂരിപക്ഷത്തെക്കാൾ ഏറെ വലിയ മാർജിനിൽ വിജയിച്ച് കയറാൻ കഴിയണം. അപ്പോ ഉയർന്നു വന്നിരിക്കുന്ന പരാതികളും പുകപടലങ്ങളും ആരോപണങ്ങളും വിവാദങ്ങളെയും ഒക്കെ മാറ്റി നിർത്തി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ചടുലമായി നേരിടാനുള്ള സജ്ജീകരണങ്ങളായിരിക്കണം രാഹുൽ മാങ്കൂട്ടം ഒരുക്കേണ്ടത്. കാരണം ഈ അവസരം കളമൊരുക്കി തന്നതിന് PK ശശിയോട് പ്രത്യേക നന്ദിയുണ്ട്. അതുപോലെ തന്നെ പറയാനുള്ളത്, ഇപ്പോ വേണ്ടത് പ്രതികാര നടപടിയോ അല്ലെങ്കിൽ ഈ വെട്ടക്കാരെ
കൊണ്ട് മറുപടി പറയിക്കാനുള്ള ഏർപ്പാടുകളോ അതൊക്കെ ഒന്നുമല്ല. അതൊക്കെ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യം ജനങ്ങളുടെ മുന്നിൽ ഇറങ്ങി നിന്നിട്ട് അവരുമായിട്ട് ഇടപഴകിയിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടണം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എന്നുള്ളതാണ്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും പാലക്കാട് രാഹുൽ മാങ്കൂട്ടം, ഒറ്റപ്പാലത്ത് PK ശശി കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കും. ശശി എണ്ണോ നമിച്ചിരിക്കുന്നു. കാരണം നിങ്ങളുടെ ഈ രംഗപ്രവേശനം ഇല്ലായിരുന്നുവെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ തിരിച്ചുവരവ് തന്നെ വലിയ അർത്ഥത്തിൽ പ്രതിസന്ധിയിലാകുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോ എല്ലാ അർത്ഥത്തിലും സഹായകരമായത് ശശി അണ്ണന്റെ ഈ തിരിച്ചുവരവാണ്. എന്താണെങ്കിലും ഇപ്പൊ ഇതോടുകൂടി എന്തുണ്ട് കാര്യം മറ്റൊന്നുണ്ട്. ഇപ്പോ CPM-ന്റെ ഭാഗമായി നിന്നിരുന്ന ഒരുപാട് ആളുകൾ, അത് പാലക്കാടുണ്ട്, പട്ടാമ്പിയിലുണ്ട്, ഒറ്റപ്പാലത്തുണ്ട്, ഷൊർണൂരുണ്ട്, വടക്കാഞ്ചേരിയിലുണ്ട്, അങ്ങനെ ഒരുപാട് പാലക്കാട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ള ആയിരക്കണക്കിന് ആളുകൾ CPM സഖാക്കളായിട്ടുള്ള യഥാർത്ഥ സഖാക്കളായിട്ടുള്ള ആളുകൾ അവരാണ് ഇന്ന് കൺവെൻഷൻ നടത്തിയത്. ആ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതിനാണ് ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത്. അപ്പൊ ശശി കൂടി UDF എത്തുന്നതോടുകൂടി ഈ ആളുകളുടെ ഒക്കെ എല്ലാവരുടെയും പിന്തുണ ഈ പാലക്കാട് ജില്ലയിലെ നിരവധി പല മണ്ഡലങ്ങളിലുള്ള UDF സ്ഥാനാർത്ഥികൾക്ക് ഈ ആളുകളുടെ പിന്തുണ ലഭിക്കും. അപ്പോ ഈ ആളുകളുടെയൊക്കെ പാലക്കാടുള്ള ആളുകളുടെ പിന്തുണ ആ കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കും. അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം കൊണ്ടും കാര്യങ്ങൾ വളരെ അനുകൂലമാണ്. എല്ലാ പ്രതിസന്ധികളെയും മറികടക്കുവാനുള്ള ഏറ്റവും വലിയ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പോ ഇനി വേണ്ടത് രാഹുലിന്റെ മുന്നിൽ ചടുലമായ പ്രവർത്തനങ്ങളാണ്. വളരെ കൃത്യമായി മണ്ഡലത്തിലെ ഓരോ വോട്ടർമാരെയും നേരിട്ട് കണ്ട് അവരോട് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ പിന്തുണ അവകാശപ്പെടുക അല്ലെങ്കിൽ അഭ്യർത്ഥിക്കുക എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നിലുള്ളത്. എന്താണെങ്കിലും ശശി അണ്ണ നമിച്ചിരിക്കുന്നു. ശശി അണ്ണ വലിയ ഒരു ഉപകാരമാണ് താങ്കൾ ചെയ്തിരിക്കുന്നത്. കാരണം രാഹുലിന്റെ തിരിച്ചുവരവ് എങ്ങനെ അത് സാധ്യമാകും എന്നുള്ള ചിന്തകൾ ഉണ്ടായിടത്താണ് ശശി അണ്ണന്റെ രംഗപ്രവേശനം നടന്നിരിക്കുന്നത്. എന്താണെങ്കിലും താങ്ക് യു സോ മച്ച്.